സംഭവം വളരെ സിമ്പിളാണ്. പക്ഷേ രുചിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് റവ ഉപയോഗിച്ചാണ്. മിക്സറിന്റെ ചെറിയ ജാറിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ നേർത്ത വറുക്കാത്ത റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് റവ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ചോറ് കൂടെ ചേർത്ത് കൊടുക്കാം. ചോറില്ലാന്നുണ്ടെങ്കിൽ അവല് കുതിർത്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ സാധാരണ ജീരകവും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം. ഇവിടെ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ചായിട്ട് ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് തന്നെ ചേർത്ത് നല്ല മഷി പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു രീതിക്കാണ് ഉണ്ടാകുക. ഇനി ഇതിലേക്ക് ശർക്കര പാനിയാക്കിയിട്ട് ചേർത്ത് കൊടുക്കാനാണ് പോകുന്നത്. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 1 കപ്പ് പൊടിച്ച ശർക്കരയും കൂടെ തന്നെ 1/2 കപ്പ് വെള്ളവും ചേർത്ത് ശർക്കര പാനിയാക്കി എടുക്കാം. ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് ചേർന്ന് പതഞ്ഞ് വന്നാൽ മാത്രം മതി. നൂൽപ്പരുവൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ശർക്കര പാനി ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മളുടെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂടോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ശർക്കരപ്പാനി ചൂടോട് കൂടിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടെക്സ്ചർ കിട്ടാൻ വേണ്ടി പോകുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തതാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ പകുതിയോളം ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഏകദേശം 2-3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്താണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. ഏകദേശം 5-6 ചെറിയ ഉള്ളി ഒന്ന് നന്നായിട്ട് വറുത്തെടുത്തിരിക്കുന്നതാണ്. ഇതിൻ്റെയും പകുതിയോളം ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. ചെറിയ ഉള്ളി തന്നെ ഉപയോഗിക്കണം, സവാള ഉപയോഗിക്കരുത്. ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചുടുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. കൂട്ടിന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതെങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ വെള്ളയപ്പ ചട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് എണ്ണ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. പാൻ നല്ല ചൂടായി വന്നതിന് ശേഷം 2 തവിയോളം മാവ് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ഒരു സമയത്തൊക്കെ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. അടച്ച് വെച്ച് കൊടുത്താൽ പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് ഏകദേശം 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് പാകത്തിന് തന്നെ റെഡിയായി കിട്ടിക്കോളും. നോക്കൂ, നന്നായിട്ട് തന്നെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് റവ ഉപയോഗിച്ചിട്ടുള്ള കുഞ്ഞി കലത്തപ്പാണ്. മധുരപലഹാരത്തിൽ എന്തിനാ ചെറിയുള്ളി എന്നാണ് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കലത്തപ്പം നമ്മൾ ചെറിയുള്ളി ഇട്ടിട്ട് തന്നെയാണ് തയ്യാറാക്കാറ്. ഇനിയിപ്പോൾ ചെറിയുള്ളി നിങ്ങൾ ഇതുവരെ ഇട്ട് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ആ ഒരു രുചി എന്തായാലും ഇഷ്ടമാകും. നോക്കൂ, നല്ല ആരോട് കൂടിയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്.